ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരൻസ് വ്ലോഗ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഗൈസ്, എനിക്ക് എന്തുകൊണ്ട് പണി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു ഗൈസ്. ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കത് പറയാം, റവന്യൂ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇതുവരെ അതിനകത്ത് നിന്ന് പിൻവലിച്ചിട്ടില്ല. അപ്പം ഗൈസ്, എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ എറണാകുളത്ത് ഒരു 2 ഹോസ്റ്റൽ നോക്കുകയാണ്. ഹോസ്റ്റലിലെ വാർഡനാണ് ഞാൻ. അപ്പം ഞാൻ നോക്കുന്ന ഹോസ്റ്റലാണ് ഗൈസ് ഇത്. അപ്പം നമ്മൾ ഇവിടെ ആ ഹോസ്റ്റൽ വൈബിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു. കുറെ പേര് ചോദിച്ചു, പഠിച്ച പണിക്ക് പോകാത്ത എന്താ, പഠിച്ച ജോലിക്ക് പോകാത്ത എന്താ ഗൈസ്. നമുക്കൊരു ഡ്രീം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം ഇതൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽസ് ഒക്കെ ഒന്ന് കാണിച്ചു. ഇതാണ് നമ്മൾ നോക്കുന്ന ഹോസ്റ്റൽ. നമ്മൾ ഈ ഹോസ്റ്റലിലെ വാർഡനാണ്. ഏകദേശം 50, 60, 70 പിള്ളേരോളം ഈ ഹോസ്റ്റലുണ്ട്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. അപ്പം ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടത്ത് നിന്ന് നമ്മൾ കാക്കനാട് പോകുന്ന റോഡ് ചെമ്പൂക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെമ്പൂക്ക് പാലക്കാട് ടെമ്പിൾ റോഡ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നൈറ്റ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് ഗൈസ്. എറണാകുളത്ത് ഏകദേശം 70-78 ഹോസ്റ്റലുണ്ട്. അതിൽ ഏകദേശം ഒരു ഹോസ്റ്റലിലെ വാർഡനാണ് ഞാൻ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് എന്റെ പണി. നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ പണി എന്തുവന്നു? ഗൈസ്, വാർഡൻ എന്നുള്ള ഒരു രീതിയിൽ ഡെയിലി എന്റെ നടക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണ്ണിച്ച് കഴിഞ്ഞിട്ട് നേരെ എണ്ണിക്കും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫീസൊക്കെ തരാനുള്ള ഇന്ന് ആര് തരാനുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ നോക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാം ഒന്ന് കറങ്ങി നടക്കും, മേലെ താഴെ ഒന്ന് കറങ്ങി നടക്കും. അത് കഴിഞ്ഞ് മോട്ടറും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അതിന് ഇവിടെ വേറെ ആൾക്കാരുണ്ട്. കമ്പനി 73 ഹോസ്റ്റലുണ്ട് ടോട്ടൽ. അപ്പം വേറെ ആൾക്കാർ അതിന് ഓരോ സെക്ഷൻസ് ആയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുക, ഇവിടുത്തെ ലൈറ്റ്, ഇവിടെ കറക്റ്റ് കാര്യങ്ങൾ, ചെക്കന്മാരെ നിന്ന് ഫണ്ട് പിടിക്കുക. ഇതൊക്കെയാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പഠിച്ചൊരു ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പഠിച്ച ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മളൊരു ജോലിക്ക് പോകണം. ഇടയ്ക്ക് വെച്ച് നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡ്രീമിന്റെ പുറകെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരു 10-28 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്തുവരെ ജോലിക്ക് പോകും. അപ്പം നമ്മുടെ ഡ്രീമിന്റെ പുറകെ നമ്മൾ ചേസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ എന്തുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. പിന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. വണ്ടി നമുക്ക് ആദ്യമേ ശരിയാക്കി എടുക്കണം. ടയർ കണ്ടോ ഗൈസ്? നല്ല കണക്ക് തേഞ്ഞ് തൊലിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ ടയർ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് കണക്ക് നമ്മുടെ വണ്ടിയിൽ സൈലൻസറും കാര്യങ്ങളൊന്നും ഇല്ല. സൈലൻസറെല്ലാം ഊരി ഇട്ടേക്കുവാണ്. ജസ്റ്റ് ഒന്ന് വല്ലപ്പോഴും കൂടി ഞാൻ നിങ്ങൾക്ക് ഓണാക്കി കാണിക്കാവേ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡെയിലി നടക്കുന്ന സംഭവം. ഇതൊക്കെയാണ് എന്റെ ജോലി, ഇപ്പോഴത്തെ ജോലി. അപ്പൊ ജീവിക്കേണ്ടേ ഗൈസ്? പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഗൈസ്? അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത് ഗൈസ്, അപ്പൊ നമ്മൾ ഇനി ഡെയിലി വീഡിയോസ് ഇടാനാണ് പ്ലാൻ. അപ്പം യൂട്യൂബിന് വേണ്ടി ഫുള്ളായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു പരിപാടി നിൽക്കുകയാണ്. അപ്പം ഗൈസ്, ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു സീരിയസ് ആയിട്ട്. കൊച്ചിയിലെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ, വെറൈറ്റി സ്പോട്ടുകൾ, കഴിക്കുന്ന സ്പോട്ടുകൾ, അത് എങ്ങനെ വ്ലോഗുകളും കാര്യങ്ങളും എടുക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തുവാലും വേണം. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മുടെ എൻഡ് ആണ്. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ വെക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഗൈസ്. ബൈ.